കോഴിക്കോട് മാവൂരിൽ കാറിന് മുകളിൽ മതിൽ ഇടിഞ്ഞു വീണ കാർ തകർന്നു. 15 മീറ്റർ ഉയരമുള്ള മതിലാണ് ഇടിഞ്ഞു വീണത്. കൂറ്റൻ കല്ല് കാറിന് മുകളിൽ പതിച്ചു. കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. താമരശ്ശേരി ചുരത്തിൽ അഴുക്കുചാലിലേക്ക് കാർ വീണു. കാറിലുണ്ടായിരുന്നവർക്ക് പരിക്കില്ല. വിവരങ്ങളുമായി ദിൽഷ ചേരുന്നുണ്ട്. ദിൽഷ, വലിയൊരു അപകടത്തിൽ നിന്നാണ് ആ കാറിലുള്ളവർ രക്ഷപ്പെട്ടത് എന്ന് തന്നെ പറയാം. ഒരു വലിയ കല്ല് കാറിന് മുകളിലേക്ക് വീണു അല്ലേ? മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അതായത് കോഴിക്കോട് മാവൂര് പൈപ്പ് ലൈൻ ജംഗ്ഷന് സമീപം ഒരു ഓഡിറ്റോറിയം ഉണ്ട്. ഈ ഓഡിറ്റോറിയത്തിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട കാറിന് മുകളിലേക്ക് മതിലിടിഞ്ഞ് വീഴുകയായിരുന്നു. ഈ കൂറ്റൻ കല്ലും കാറിന് മുകളിൽ പതിച്ചിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കണ്ടാൽ മനസ്സിലാകും. ഈ പാർക്കിംഗ് ഏരിയയോട് ചേർന്നിട്ടുള്ള ഏകദേശം 15 മീറ്റർ ഉയരമുള്ള മതിലാണ് ഇടിഞ്ഞത്. കണ്ണിപ്പറമ്പ് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കാറിന്റെ മുൻവശം പൂർണ്ണമായിട്ട് തകർന്ന നിലയിലാണ് ഉള്ളത്. ശക്തമായ മഴ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ ഇന്ന് രാവിലെ മുതൽ ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ മതിൽ ഇടിഞ്ഞത് എന്നാണ് കരുതുന്നത്. മതിൽ ഇടിഞ്ഞ് വീഴുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന കൂറ്റൻ കല്ലും ഈ കാറിന് മുകളിൽ പതിച്ചു. കാറിന്റെ മുൻവശം പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. ഈ മതിൽ ഇടിഞ്ഞു വീഴുന്ന സമയത്ത് കാറിനും അതുപോലെ തന്നെ കാറിന് തൊട്ടടുത്തൊന്നും ആരും ഇല്ലാതിരുന്നത് വലിയൊരു അപകടമാണ് ഒഴിവാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ അഴുക്കുചാലിലേക്ക് കാറ് വീണു. ഇതും ഈ ചുരം 7ാം വളവിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കുടുംബമായിട്ട് സഞ്ചരിക്കുന്നവരാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത്. വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായത്. ആർക്കും പരിക്കില്ല. ഈ ചുരത്തിലൊക്കെ തന്നെ ഈ അഴുക്കുചാലിന് സംരക്ഷണ ഭിത്തി ഇല്ലാത്തതിനാൽ വാഹനങ്ങൾ അഴുക്കുചാലിൽ ചാടുന്നത് പതിവാണ് എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. എന്തായാലും ഇവിടെ ഒരു എത്രയും പെട്ടെന്ന് ഒരു സംരക്ഷണ ഭിത്തി സ്ഥാപിച്ചിട്ടില്ല എങ്കിൽ, പ്രത്യേകിച്ച് മഴയാണ്, രാത്രിയൊക്കെ ഈ പോകുന്ന സമയത്ത് കൂടുതൽ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്തായാലും 2 കാർ അപകടങ്ങളാണ് കോഴിക്കോട് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ആളപായമില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ദൃശ്യമാണ് വിവരങ്ങൾ നൽകിയത്.